ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഇത് ഒരു പരിധിവരെ സത്യവുമാണ്. ചിലർ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ വളരെ കാലം കൊണ്ട് നടക്കുന്നവരാണ്. ഇങ്ങനെ പെൺകുട്ടികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു 4 രഹസ്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പെൺകുട്ടികൾ മറച്ചു വെക്കുന്ന ഒരു 4 രഹസ്യങ്ങളുണ്ട്, അതെന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല സുന്ദരികളായിട്ട് വരുന്ന എന്തിനാണെന്നറിയാവോ? നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പൊട്ടും കമ്മലും ഒക്കെ കുത്തിയിട്ട് ഹെയർ ഒക്കെ നല്ല സ്റ്റൈലിൽ കെട്ടി വരുന്നത് ആൺകുട്ടികൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നോക്കുക മാത്രമല്ല കേട്ടോ, കൂടുതലായിട്ടും റിലേഷൻഷിപ്പിൽ ഉള്ളവരുടെ കാര്യമാണ് ഇത്. അവര് ഇങ്ങനെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വരുമ്പോഴത്തേക്കും നിങ്ങൾ ബോയ്സ് പറയുമല്ലോ, ഓ ഇന്ന് നിന്നെ കാണാൻ എന്ത് രസമാണ്, നിന്റെ കമ്മലൊക്കെ കാണാൻ എന്ത് രസമാണ്, എന്ത് രസം നിന്റെ ഹെയർ സ്റ്റൈല്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയില്ലേ? അതായത് അവരെ നല്ല സുന്ദരികളായിട്ടാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, അതായത് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറയുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക പെൺകുട്ടികളും റിലേഷൻഷിപ്പിൽ ഉള്ളവര് അണിഞ്ഞു ഒരുങ്ങി വരുന്നത്. പെൺകുട്ടികൾക്ക് പൊതുവെ അവരെ നല്ല സുന്ദരികളാണെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നീ നല്ല സുന്ദരിയാണ്, നിന്നെ കാണാൻ നല്ല രസമാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഏത് പെൺകുട്ടികൾക്ക് സന്തോഷം കിട്ടാത്തെ? അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ സെർച്ചിങ് ആണ്. അതായത് ഗേൾസ് അവരുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ സെർച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, വേറെ വല്ല പെണ്ണുങ്ങളോട് നിങ്ങൾ മിണ്ടുന്നുണ്ടോ, നിങ്ങൾ മിണ്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് പറയുന്നത്, ഇതൊക്കെ പല പെൺകുട്ടികളും നോക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ല, നിങ്ങൾ ആൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഫോണൊക്കെ അവരുടെ അടുത്ത് വെച്ചിട്ട് എണീറ്റ് പോകുന്ന സമയത്തായിരിക്കും ഇവര് നോക്കുന്നത്. എന്നാൽ നിങ്ങൾ തിരികെ വരുമ്പോഴത്തേക്കും അവരാ ഫോൺ ഇരുന്നത് പോലെയൊക്കെ വെച്ചേക്കും. അവരെ നോക്കിയതായിട്ടുള്ളൊരു ഭാവം പോലും കാണിക്കത്തില്ല. ഒട്ടുമിക്ക പെൺകുട്ടികളും ഇങ്ങനെയാണ്. അത് സംശയരോഗം കൊണ്ടൊന്നുമല്ല, അത് അവരുടെ ഒരു നേച്ചറാണ്. നിങ്ങൾ ആരോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, മിണ്ടുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മൂലമാണ് അവരങ്ങനെ നോക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില പെൺകുട്ടികളുണ്ട്, എല്ലാവരും അല്ലേ, അവർക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളൊക്കെ, വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓടി വന്നിട്ട് പറയും. അല്ലാതെ അതായത് കുട്ടി കുട്ടി അബദ്ധങ്ങൾ അവർക്ക് പറ്റുവാണെങ്കിൽ അവരത് ആരോടും പറയത്തില്ല. അവർക്കത് ഭയങ്കരമായിട്ട് നാണക്കേടാവും. അതുകൊണ്ട് തന്നെ അവരത് സൂക്ഷിച്ചു വെക്കത്തേ ഉള്ളൂ, നിങ്ങളോട് പറയത്തേ ഇല്ല. അവരുടെ മനസ്സിൽ ആ ഒരു കാര്യം, കുഞ്ഞൊരു കാര്യമാണെങ്കിലും അതൊരു അബദ്ധം തന്നെയാണെങ്കിൽ അവരുടെ മനസ്സിൽ അത് കുറേ നാൾ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും പൊതുവെ അവർ ആ കാര്യങ്ങൾ ആൺകുട്ടികളോട് ഷെയർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൂടുതലായിട്ടും പെൺകുട്ടികൾ അവരുടെ എക്സിനെ കുറിച്ചിട്ട് ആൺകുട്ടികളോട് പറയില്ല എന്നാണ് പറയുന്നത്. അതായത് പണ്ട് അവർക്കൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളോ അവരുടെ പേരോ വീടോ സ്ഥലമോ തുടങ്ങി ഒരു കാര്യങ്ങളും അവർ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആൺകുട്ടികൾ ചോദിക്കുകയാണ്, നിനക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ അവള് പറയും, ആ ഉണ്ടായിരുന്നു. ഒരു 6 മാസം 6 വർഷമായിരിക്കും ചിലപ്പോൾ അവര് 6 മാസമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ തന്നെയായിരിക്കും അവര് പറയുക. ചിലരുണ്ട് ഓപ്പണായിട്ട് ഒരു കാര്യങ്ങളും ഇതിനെക്കുറിച്ചിട്ട് ഒന്നും പറയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് പെൺകുട്ടികൾ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന, അതായത് അവരുടെ മനസ്സിൽ വെക്കുന്ന 4 രഹസ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേഷൻഷിപ്പ് ഉള്ളവർക്കും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.